എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മലയാറ്റൂർ വള്ളംകളി മത്സരം ഒക്ടോബർ 2-ാം തീയതി സംഘടിപ്പിക്കും. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മലയാറ്റൂർ വള്ളംകളി മത്സരം മലയാറ്റൂർ മണപ്പാട്ടുചിറയിൽ ഒക്ടോബർ 2-ാം തീയതി സംഘടിപ്പിക്കും. കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഉച്ചകഴിഞ്ഞ് 2:30 തുടങ്ങുന്ന ആയിരങ്ങളെ അണിനിരത്തിയുള്ള ജനഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം ആരംഭിക്കും. MLA റോജി M. ജോൺ ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി അവോക്കാരൻ കൺവീനറായും NP ബെന്നി ബെഹനാൻ, മുൻ MLA-മാരായ PJ ജോയ്, ജോസ് തെറ്റയിൽ, മലയാറ്റൂർ ഇടവക വികാരി റവറന്റ് ഫാദർ ജോസ് ഉഴലക്കാട്ട്, വിമലഗിരി ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പടയാട്ടി, മലയാറ്റൂർ SNDP ശാഖ പ്രസിഡന്റ് വിനയകുമാർ, KPMS പ്രസിഡന്റ് മോഹനൻ എന്നിവർ രക്ഷാധികാരികളായും ജനപ്രതിനിധികളെയും സർവകക്ഷി നേതാക്കളെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. മലയാറ്റൂരിലേക്ക് കൂടുതൽ ആളുകളെ പല ഭാഗങ്ങളിൽ നിന്നും ആകർഷിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചെയ്തു വരുന്നതാണ്. നമുക്കറിയാം, മലയാറ്റൂർ തീർത്ഥാടന സമയത്ത് മാത്രം കൂടുതലായിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന മലയാറ്റൂരിലേക്ക് ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടത്ത് നക്ഷത്ര തടാകം എന്ന പരിപാടി സംഘടിപ്പിക്കുക വഴി വലിയ തോതിൽ ആളുകളെ ആകർഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിനുശേഷവും നമുക്ക് അതിനപ്പുറത്തേക്ക് മറ്റ് വിപുലമായ പരിപാടികൾ നടത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ആലോചനയിലാണ് മലയാറ്റൂർ മണപ്പാട്ടുചിറയിലെ ഒരു വള്ളംകളി നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വരികയും ഒരു ആശയം ഉയർന്നു വരികയും അത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു വള്ളംകളി അവിടെ നടത്തുവാനായിട്ടുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ പലതവണ യോഗം ചേർന്നിരുന്നു. സംഘാടക സമിതി ആദ്യം ഒരു പ്രാഥമികമായിട്ടുള്ള ആലോചനാ യോഗം ചേർന്നു. പിന്നീട് വിപുലമായ സംഘാടക സമിതി വിളിച്ചു ചേർത്തു. സംഘാടക സമിതി രൂപീകരിച്ചു. MLA ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറും അതുപോലെ മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് ഒക്ടോബർ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് മലയാറ്റൂർ മണപ്പാട്ടുചിറയിലെ വള്ളംകളി മത്സരം നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മണപ്പാട്ടുചിറ ഏതാണ്ട് 120 ഏക്കറിൽ വിപുലമായി വിസ്തൃതമായി കിടക്കുന്ന ഒരു തടാകമാണ്, മനുഷ്യനിർമ്മിത തടാകമാണ്. അപ്പോൾ അവിടെ അതിന്റെ വിസ്തൃതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വലിയ ചുണ്ടൻ വള്ളങ്ങൾ കൊണ്ടുവന്ന് മത്സരം നടത്തുവാനായിട്ട് അവിടെ പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. വള്ളംകളിയുടെ ലോഗോ പ്രകാശനം സെപ്റ്റംബർ 30-ാം തീയതി നടക്കും. വള്ളംകളിയുടെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലൂടെ ബൈക്ക് റാലി സംഘടിപ്പിക്കും. വള്ളംകളിക്ക് 8 ടീമുകളാണ് മത്സര രംഗത്തുള്ളത്. 1-ാം സമ്മാനം 25,000 രൂപ തുടങ്ങി മറ്റ് സമ്മാനങ്ങളും നൽകും. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ സർവകക്ഷി നേതാക്കള്, മുൻ MP MLA-മാര്, മുൻ MLA-മാരെ കൂടി നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. മലയാറ്റൂർ പള്ളി വികാരി, വിമലഗിരി പള്ളി വികാരിയൊക്കെ ഉൾപ്പെടുത്തി സർവകക്ഷി നേതാക്കള്, സർവ്വമത സംഘടനാ നേതാക്കള്, SNDP അടക്കമുള്ള അങ്ങനെ മത സംഘടനാ നേതാക്കൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ നാടിനെ സന്തോഷത്തിലാണ്. ഈ ഒരു അവസരത്തിലും വള്ളംകളിയിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ തന്നെ ജനം വളരെ സന്തോഷമായിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് വള്ളംകളി കാണുന്ന ഈ തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ വള്ളംകളി കാണാനുള്ളൊരു ആഗ്രഹം എല്ലാവരും എന്ന് തുടങ്ങണമെന്നാണ് എല്ലാവരുടെയും ചോദ്യം. നമ്മൾ ഒക്ടോബർ 2-ാം തീയതി എല്ലാവർക്കും സ്വീകാര്യപ്രദമായ ഒരു ദിവസമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാലടി.